രക്തദാന ക്യാമ്പിൽ വെച്ച് ഗിരിയേട്ടനും പാറു എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. ഓ അതിനാണോ ദിസ് ടൈപ്പ് ഓഫ് പുലമ്പൽ? അത് പാറു ചേച്ചി ഗിരിയേട്ടന് കൃത്രിമ ശ്വാസം കൊടുത്തതല്ലേ? ഷോക്ക് അടിച്ച് വീണ അവർക്ക് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ്. അതവളെ എങ്ങനെയാ കൊടുത്തതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. വഷള്. അങ്ങനെയാണോ കൃത്രിമ ശ്വാസം കൊടുക്കുന്നത്? അങ്ങനെ കൃത്രിമ ശ്വാസം കൊടുക്കുന്നത്. അല്ല, അത് കുഴലിലിട്ട് കൊടുക്കാൻ പറ്റില്ലേ? ആശുപത്രിയിലൊക്കെ കുഴലിലാ ശ്വാസം കൊടുക്കുന്നത്. അതിനുള്ള സൗകര്യമൊന്നും അപ്പൊ അവിടെ ഇല്ലായിരുന്നു ഏട്ടത്തി. വേണ്ട, ആരും എന്നോട് ഒന്നും പറയണ്ട. നിങ്ങൾ എല്ലാവരും കൂടി ആ പാറുവിന് ഒത്താശ ചെയ്ത് കൊടുക്കുക. എന്താ നീ എന്തിനാ കരയുന്നു? കിരീട്ടൻ എന്നോട് ഒന്നും മിണ്ടണ്ട. എന്താ കാര്യം പറ. എന്നോടിത് വേണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? അല്ല എന്താ പ്രശ്നം? ഇവളെന്തിനാ ഇങ്ങനെ കരയുന്നു? അത് ഏട്ടന് ഷോക്കേറ്റപ്പോ പാർച്ചേച്ചി കൃത്രിമശ്വാസം തന്നില്ലേ, അത് ഏട്ടത്തിക്ക് ഇഷ്ടായില്ല. അതിന്റെ പിണക്കമായി കാണുന്നു. ഓഹോ, അതാണോ കാര്യം? അതെന്താ അത്ര നിസ്സാര കാര്യം? അതും എല്ലാരും കാണുക. കേട്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ആ നേരത്തെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കിട്ട് ഞാനൊന്ന് കൊടുത്തേനെ. എന്റെ ഗിരിയേട്ടന് വേറൊരു പെണ്ണും തൊടാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങളോ? നിങ്ങക്ക് തൊടാം. ഞാൻ നിങ്ങളുടെ കാര്യം അല്ല പറഞ്ഞത്, അന്യ പെണ്ണുങ്ങളുടെ കാര്യം. ആ പാറു എന്തിനാ ഗിരിയേട്ടന് കൃത്രിമ ശ്വാസം തന്നത്? നീ എന്തൊക്കെ ഈ പറയുന്നത്? എടി, അവള് വെറും പെണ്ണല്ല, ഡോക്ടറാണ്, ഡോക്ടർ. അവള് ചെയ്തത് അവളുടെ കർത്തവ്യ. അവൾ എനിക്ക് കൃത്രിമ ശ്വാസം നൽകിയതിൽ എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പമെന്ന്? ആ സമയത്ത് അങ്ങനെ തരാതിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോട് ഉണ്ടാവുമായിരുന്നോ? അല്ല, അങ്ങനെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്റെ പെങ്ങന്മാരുടെ ഗതി എന്താവുമായിരുന്നു? അപ്പൊ പാറു രക്ഷിച്ചതേ ഒരു ജീവൻ മാത്രമല്ല, ഞങ്ങൾ 5 പേരുടെയും കൂടി ജീവനാ. അത് നീ മനസ്സിലാക്കണം. മോനെ ഗിരിയേ. കൊച്ചിന്റെ ചേട്ടത്തി മോളെ, ചേട്ടത്തിക്ക് ഒരു ചായ. അയ്യോ, ഒന്നും വേണ്ട മോനെ. ഞാനിപ്പോ വന്നതേ നാളത്തെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനാ. അത് ഓർമ്മയുണ്ട് ചേട്ടത്തി. നാളെ കൃത്യം 10 മണിക്ക് തന്നെ ചെക്കനും കൂട്ടനും രത്നയെ പെണ്ണ് കാണാൻ ഇങ്ങെത്തും. അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ സമയത്ത് തന്നെ ഇവിടെ റെഡിയായിരിക്കണം. വൈകിപ്പിക്കരുത്. എല്ലാം കൃത്യമായിരിക്കും. ഞാൻ ഇറങ്ങുക. ഇതുവഴി പോയപ്പോ ഇക്കാര്യം നേരിട്ടൊന്ന് പറയാമെന്ന് കരുതി കേറിയതാ. മോളെ, ഇങ്ങ വന്നേ. നാളെ എല്ലാം ഭംഗിയായി നടക്കും കേട്ടോ. മോക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. പോട്ടെ.